നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും RMO ഡോക്ടർ ദീപയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഓപ്പറേഷൻ തിയേറ്റർ, ലാബർ റൂം, ICU, NICU, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, കാഷ്വാലിറ്റി, ലാബ്, ഫാർമസി, AC VIP റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു. ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, കളുത്തുംകടവ്, നിലമ്പൂർ. ഫോൺ 9447 181 305. SSLC പരീക്ഷ കോർണർ ക്ലാസുകൾ സജീവം. എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ എടവണ്ണ പഞ്ചായത്തിലെയും പരിസര പഞ്ചായത്തുകളിലെയും പ്രദേശങ്ങളിലെ ഈ വർഷം SSLC എഴുതുന്ന മുഴുവൻ കുട്ടികൾക്കും പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കോർണർ ക്ലാസുകൾ സംഘടിപ്പിച്ചു. എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് T. അഭിലാഷ് SSLC കോർണർ ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CT ജമാൽ, IOHSS മാനേജ്മെന്റ് സെക്രട്ടറി റഷീദ് K, പ്രധാനാധ്യാപകൻ K. സുരേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. SSLC പരീക്ഷയുടെ തലേദിവസമാണ് കോർണർ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. പരീക്ഷയുടെ അവസാന മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്കാണ് ക്ലാസുകൾ പ്ലാൻ ചെയ്യുന്നത്. ഈ വർഷം SSLC എഴുതുന്ന മുഴുവൻ കുട്ടികൾക്കും കോർണർ ക്ലാസുകളിൽ പങ്കെടുക്കാം. പത്തപ്പെരിയം മുർഷിദുൽ അനാം മദ്രസ, കല്ലിടുമ്പ് മദ്രസ, ചാത്തല്ലൂർ മദ്രസ, മുണ്ടേങ്ങര മദ്രസ, കുണ്ടുതോട് മദ്രസ, ചെമ്പക്കുത്ത് മദ്രസ എന്നീ പ്രദേശങ്ങളിലാണ് കോർണർ ക്ലാസുകൾ നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ SSLC കോർണർ ക്ലാസുകൾ സജീവമായി നടക്കുമെന്നും മുഴുവൻ വിദ്യാർത്ഥികളെയും ഉന്നത വിജയം കൈവരിക്കാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. N4 ന്യൂസ്, എടവണ്ണ. Indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.